ഈ കമ്മത്തിക്കാരെ കാണിക്കുന്നില്ല, പരിപാടി തുടങ്ങാനാണ് ഈ സമയം എടുത്തോണ്ടിരിക്കുക. റെഡിയാണല്ലോ? റെഡി 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 റെഡിയല്ലേ? ആദ്യം വരും. ഞങ്ങൾ പക്കമേളക്കാരെ ആദ്യം കൂടെ പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കാർത്തികൻ കൈതക്കാട് രമണന്റെയും സംഘത്തിന്റെയും കഥാപ്രസംഗം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അറിയിപ്പുണ്ട്. ഈ എക്കോ എങ്ങനെയും വരുമോ? എക്കോ വന്നു കഴിഞ്ഞാൽ പരിപാടി പൊളിയും കേട്ടോ. എക്കോ വന്നാൽ പരിപാടി പൊളിയും. ഒരുത്തനെ ഞാൻ ഇങ്ങോട്ട് കേട്ടില്ല. അവൻ വന്നു കഴിഞ്ഞാൽ കയ്യും കാലം തല്ലി പിടിക്കാൻ സ്റ്റേജിന്റെ പുറകിൽ. ആരെ? എക്കോന്റെ എക്കോ എന്ന് പറഞ്ഞാൽ ആ എക്കോ അല്ല. ഹലോ 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 ഈ എക്കോ ഒക്കെ എക്കോ കേൾക്കേണ്ട നേരെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അടിസ്ഥാനക്കാർ ജാനു ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കാരണം ഞാൻ അവിടെ ഉണ്ടാകും. നീക്ക് തെറ്റിദ്ധരിച്ച പോലെയൊന്നുമല്ല. ജാനു ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലേക്ക് വരണ്ട, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. നീ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നത്തെ കാര്യങ്ങള് ആ കോച്ചിന്റെ കാറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനീ പറഞ്ഞത്. മാസമ്പളം. മറ്റൊരു അറിയിപ്പുണ്ട്. അമ്പലക്കുളത്തിനടുത്ത് കെട്ടിയിരിക്കുന്ന നമ്മുടെ ആന ലേശം വികൃതിയാണ്. ഈ ആന പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആന ഉപദ്രവിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പെട്ടെന്ന് കഥ ആരംഭിക്കാൻ നോക്ക്. പിന്നെ നിങ്ങളല്ലേ ആദ്യം ഓർക്കസ്ട്രക്കാര്, നിങ്ങളുടെ കൂടെ വന്ന ആരെങ്കിലും ഒരുത്തരാണോ അവിടെ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങണത്? അയ്യോ ഏട്ടാ, ആളല്ല, അത് തമ്പുരുവാ. തമ്പുരു തമ്പുരുവായാലും കിമ്പുരുവായാലും ചോറ് നിന്നിട്ട് കിടക്കാൻ പറ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ചോറ് കിട്ടൂല. മനസ്സിലായ? ഇവിടെയാ കഥ നടക്കുന്നത്. ഇങ്ങോട്ട് വാ. ഇല്ല, ഞാൻ തരത്തില്ല. അഭിമന്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കേവർക്കും കൈതക്കാട് രമണനും സംഘത്തിന്റെയും 1000 = 10,000 അഭിവാദനങ്ങൾ. ദുർഗേ വനദുർഗേ, ദുർഗേ വനദുർഗേ, ദുർഗേ ദുർഗേ ദുർഗേ, കാത്തിടണം ദുർഗേ, കാത്തിടണം ദുർഗേ, കമ്മറ്റിക്കാർ കെട്ടിയിടാതെ കാശ് തരണം ദുർഗേ, കട്ടൻ കാപ്പി തരണം ദുർഗേ, ദുർഗേ ദുർഗേ ദുർഗേ. ആൾക്കാർ വിളപ്പിച്ചു തുടങ്ങി. സഹൃദയരായ കലാസ്നേഹിതരെ, ഇന്നലെ എന്റെ കഥ നടന്നത് മൂന്നാറ് 6 മണിക്ക് കഥ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് കഥ നടക്കുന്നത് എവിടെയാണെന്ന്? കോയമ്പത്തൂരാണോന്ന്, അല്ലെങ്കിൽ കൊലഞ്ചേരിയിലാണോന്ന്? പക്ഷെ ഇവിടെയെങ്കുമല്ല. ഇന്ന് കഥ നടക്കുന്നത് ഇന്ന് പാലക്കാട്, കോഴിക്കോട്, ഇന്ന് പാലക്കാട്, കോഴിക്കോട്, എന്റെ കഥ പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ റിക്കാർഡോ ഫെർണാണ്ടോയുടെ എൻഡർ ദ ഡ്രാഗൺ എന്ന കഥയുടെ മലയാള പരിഭാഷയായ ഇന്ത്യയുടെ രാഘവ എന്ന കഥയിൽ നിന്നും അതിന്റെ ഏടിൽ നിന്നും മാന്തിപ്പറിച്ചെടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി അതിൽ നവസാരം, ഇന്ദുപ്പ്, അല്പക്കാരം, കൊത്താമല്ലി ഇവയെല്ലാം ചേർത്ത് പൊടിച്ച് സമമാക്കി ഒരു കുപ്പിയിലാക്കി പൊടിച്ചെടുത്തിട്ട് അതിലല്പം ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ കയ്യിൽ തിരുമി ദേഹം ആസകലം പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വ്രണങ്ങൾ, കൊച്ചു കൊച്ചു കുറ്റങ്ങൾ, അങ്ങനെയുള്ള പാടുകൾ മാറി കിട്ടും. ചെറിയ ഡെപ്പിക്ക് വില 20 രൂപ, വലിയ ഡെപ്പിക്ക് വില 50 രൂപ. ചെറിയ പാലക്കാട്, കോഴിക്കോട്, മലയാള പാരിപ്പള്ളി, പാലക്കാട്, കോഴിക്കോട്, മലയാള പാരിപ്പള്ളി. സഹൃദയരെ, നമ്മുടെ കഥ നടക്കുന്ന എവിടെയെങ്ങുമല്ല. അങ്ങ് കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് ഭാരതം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിന് ഒത്തു നടക്കാൻ സ്ഥിതി ചെയ്യുന്നു സഹാറ എന്ന് പറയുന്ന മരുഭൂമി. ആ മരുഭൂമിയുടെ ഒത്ത നടുവിലൂടെ ഭാരതപ്പുഴ ഇങ്ങനെ കൊണ്ട് നാലിച്ച് തല താഴ്ത്തി ഒഴുകുകയാണ്. ഈ ഭാരതപ്പുഴയെ
കുളിക്കുന്നവരെ കുളിസനുകൾ എത്തി നോക്കി ആ ഗ്രാമത്തിനൊരു പേര് വീണു, എത്യോപ്യ. ആ എത്യോപ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ളൊരു കൊച്ചു ഗ്രാമം, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ളൊരു കൊച്ചു ഗ്രാമം. വല്ലാരും തന്നതാണോ ദൈവം അച്ഛനിരുന്ന് പടിഞ്ഞതാണോ, ദൈവം അച്ഛനിരുന്ന് പടിഞ്ഞതാണോ, ദൈവം അച്ഛനിരുന്ന് പടിഞ്ഞതാണോ, ദൈവം അച്ഛനിരുന്ന് പടിഞ്ഞതാണോ, ദൈവം അച്ഛനിരുന്ന് പണിഞ്ഞതാണോ, ദൈവം കാറ്റിലിരുന്ന് പണിഞ്ഞതാണോ. സകലർ ഇത് പറയുമ്പോ എനിക്കൊരു തമാശ വന്നു. അടിപൊളി തമാശ. ഞാനും എന്റെ സംഘവും കൂടിയിട്ട് പാലക്കാട് ഒരു പ്രോഗ്രാം കഴിഞ്ഞു വരികയായിരുന്നു. പൊന്നാശാനെ, ഈ പഞ്ചായത്ത് തൊട്ട് നമ്മൾ പുറത്തു പോയിട്ടില്ല. പിന്നെ ഞാൻ പോയിട്ടില്ലല്ലേ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ തമാശയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പാലക്കാട് പോയിട്ടില്ല, ഉറപ്പ്. അതാ പറഞ്ഞ ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി പുഴക്കൊല്ല പാരിപ്പള്ളി. പാലക്കാട്, കോഴിക്കോട്, അടിമാലി പുഴക്കൊല്ല പാരിപ്പള്ളി. അങ്ങനെ ആ ഗ്രാമത്തിൽ സുപ്രഭാതം ചൂണ്ടിങ്ങനെ പാടി, മാറോടനച്ച് ഞാൻ പാടാം താമര നൂല് കൊണ്ടാലോലം, മാറോടനച്ച് ഞാൻ പാടാം താമര നൂല് കൊണ്ടാലോലം, മാറോടനച്ചു ഞാൻ പാടാം മാമര നൂല് കൊണ്ടാലോലം, മാറോടനച്ചു ഞാൻ പാടാം മാമര നൂല് കൊണ്ടാലോലം. ഇത് പറയുമ്പോ എനിക്ക് വേറൊരു തമാശ കൂടി ഓർമ്മ വരുന്നു. ഞാനും എന്റെ സംഘവും കൂടി കഴിഞ്ഞ ദിവസം ഒരു അംബാസഡർ കാറിൽ കഥാപ്രസംഗം കഴിഞ്ഞ് വരികയാണ്. ആശാനെ, അംബാസഡർ കാർ കൊണ്ട് സൈക്കിൾ പോലും സ്വന്തമില്ലാത്ത ആശാനാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തമാശയാണെന്ന് ഞാൻ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇന്നും ഒരു അംബാസഡർ കയറിയിട്ടില്ല. ഉറപ്പാണല്ലോ, സത്യമാണല്ലോ. പാലക്കാട്, കോഴിക്കോട്, അടിമാലി ആലപ്പുഴ കൊല്ലം പാരിപ്പള്ളി. പാലക്കാട്, കോഴിക്കോട്, അടിമാലി ആലപ്പുഴ കൊല്ലം പാരിപ്പള്ളി. കോഴിക്കോട്, അടിമാലി ആലപ്പുഴ കൊല്ലം പാരിപ്പള്ളി. കോഴിക്കോട്, അടിമാലി ആലപ്പുഴ ഞാൻ വെടിവെക്കും. ഞങ്ങളുടെ ആശാരി ഈ പോലീസുകാരൻ വെടിവെച്ച് കൊന്ന് എന്ത് പണിയാ തറ കാണിച്ചത്? കാര്യം ഇതൊക്കെ ആണെങ്കിൽ കാതികനെ വെടിവെച്ച് കൊന്നത് യാതൊരു കാര്യം ഉണ്ടായില്ല. അല്ലെങ്കിൽ എന്തിനാ വെടിവെച്ച് കൊന്നത്? എന്തിനാ വെടിവെച്ച് കൊന്നെന്നാ? എടാ, നാളെ ഇവന്റെ കഥാപ്രസംഗം എന്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഞാൻ ബുക്ക് ചെയ്തൊക്കെയായിരുന്നു. ഇവനെ ഞാൻ ഇന്ന് വെടിവെച്ച് കൊന്നില്ലെങ്കിൽ നാളെ എന്നെ നാട്ടുകാർ വെടിവെച്ച് കൊല്ലും. അറിയാമോ? നാളെ പാലക്കാട്, പിന്നെ കോഴി